മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കേണ്ടത് ഭരണകർത്താക്കൾ. തനിനാടൻ മലയാളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ പ്രമുഖ രണ്ട് പത്രങ്ങളായ മലയാള മനോരമയും മാതൃഭൂമിയും തങ്ങളുടെ പത്രത്തിൽ നൽകിയ വാർത്താരീതിയെയും സംസ്കാരത്തെയും സംബന്ധിച്ചാണ് വായനക്കാരോട് പങ്കുവയ്ക്കാനുള്ളത്. വാർത്ത അവതരിപ്പിക്കുന്നത് തനുശ്രീ. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ഭാവയുടെ പ്രസംഗം ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മലയാള മനോരമയിലാണ് പ്രധാന വാർത്തയായി വരുമെന്ന് ക്രൈസ്തവരായ വായനക്കാർ പ്രതീക്ഷിച്ചതെങ്കിൽ മുൻ പേജിലോ എഡിറ്റോറിയൽ പേജിലോ നൽകാതെ 5-ാം പേജിൽ മാത്രമാണ് വാർത്ത നൽകിയത്. എന്നാൽ കാത്തോലിക്ക ഭാവയുടെ പ്രസംഗം മുൻ പേജിലും എഡിറ്റോറിയൽ പേജിലും വാർത്തയ്ക്ക് പ്രാമുഖ്യം നൽകി മാതൃഭൂമി പത്രം കടത്തിവെട്ടിയത് ക്ഷീണമായി മനോരമ പത്രത്തിന്. പ്രത്യേകിച്ചും പത്രവില 10 രൂപയായി വർദ്ധിപ്പിക്കുന്ന വിവരം പ്രസിദ്ധീകരിച്ചതിന്റെ അടുത്ത ദിവസമാണ് ഇങ്ങനെയൊരു അക്കിടി പറ്റിയത്. കോട്ടയം പനയമ്പാല സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ ചടങ്ങിനിടെയാണ് കാത്തോലിക്ക ഭാവയുടെ കേന്ദ്ര സർക്കാർ അധികാരികളെ വിമർശിച്ചുള്ള പ്രസംഗം ഉണ്ടായത്. ക്രൈസ്തവർ മാത്രമല്ല, ഇന്ത്യയിൽ വസിക്കുന്ന ഹിന്ദുക്കളും കുടിയേറി പാർത്തവരാണ്. ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന RSS ആപ്തവാക്യമുണ്ടെങ്കിൽ അത് ചെലവാക്കാൻ പോകുന്നില്ല. ക്രിസ്ത്യാനികൾക്ക് അതിനുവേണ്ടി രക്തസാക്ഷികളാകുന്നതിൽ ഒരു മടിയുമില്ല. അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്ന് പറയുന്ന രീതികളോട് യോജിക്കാനാകില്ല. ഭരണകർത്താക്കളുടെ മൗനം അക്രമങ്ങളെ ന്യായീകരിക്കുന്നതിന് തുല്യമാണ്. മാതൃഭൂമി പത്രം കാത്തോലിക്ക ഭാവയുടെ പ്രസംഗം പൂർണ്ണമായും വലിയ പ്രാധാന്യത്തോടെയും നൽകിയെങ്കിൽ മനോരമ പത്രമാകട്ടെ ഭാവയുടെ പ്രസംഗത്തിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് അച്ചടിമഷി പുരട്ടിയത്. വായനക്കാർക്ക് കൗതുകകരമായി പൊതുവെ ക്രൈസ്തവ ഭൂരിപക്ഷം വായിക്കുന്ന മനോരമ പത്രത്തിന് ഈ റിപ്പോർട്ടിങ്ങിൽ മാതൃഭൂമി പത്രം കടത്തിവെട്ടിയത് വായനക്കാരുടെ ഭാഗത്ത് നിന്ന് കടുത്ത ക്ഷീണമുണ്ടാക്കാൻ ഇടയാക്കിയേക്കും. പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ പലപ്പോഴും മനോരമ തമസ്കരിക്കുകയോ ലഘൂകരിച്ചു നൽകുന്ന പതിവായിരിക്കുന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. കാത്തോലിക്ക ഭാവയുടെ പ്രസംഗം ലഘൂകരിച്ചു നൽകിയതും ക്രൈസ്തവരായ വായനക്കാർക്കിടയിൽ വലിയ പുനർചിന്തനത്തിന് വഴിവെച്ചേക്കും. ഇവിടെ നമുക്ക് അതോടൊപ്പം തന്നെ നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണിന്ന് ക്രിസ്ത്യാനി സമൂഹത്തിനെതിരെ നടക്കുന്നതായ ആക്രമണങ്ങൾ. ഇവിടെയും ശരിയായ ബോധവൽക്കരണം നടത്തേണ്ടത് നമ്മൾക്ക് ആവശ്യമാണ്. വളരെ തെറ്റായ സമീപനത്തിൽ RSSന്റെ പോഷക സംഘടനകളായിരിക്കുന്ന ബജരംഗ് ദളും അതുപോലെ VHPയും ഒക്കെ ഈ സമൂഹത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതായ വാസ്തവം ഇന്നത്തെ മനോരമയിലും 2-3 സ്ഥലങ്ങളിലായിട്ട് ഞാൻ കാണുകയുണ്ടായി.